എനിക്കൊന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്തല്ലേ SSLC കഴിഞ്ഞ് നിന്ന സമയത്താണ് അതിൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് +1 കയറിയിട്ടില്ല. +1 കയറേണ്ട ആ ടൈമിലാണ് ഞാൻ ഇങ്ങനെ ഒരു ആൽബത്തിലേക്ക് വരുന്നത്. അപ്പം പഠിത്തം അതിനകത്ത് മുങ്ങിപ്പോയിട്ടുണ്ടാവും. പഠിത്തം എനിക്ക് തോന്നുന്നു +2 വരെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ഞാൻ എക്സാം ഒക്കെ കറക്റ്റ് ക്ലാസ് പോയി. ഡിഗ്രി പക്ഷെ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തേക്കുന്നത്. അത് എനിക്ക് തീരെ പോകാൻ പറ്റില്ല. എനിക്കൊന്ന് സെക്കൻഡ് ഇയർ തൊട്ടിട്ട് ഞാൻ തീരെ പോയിട്ടില്ല. ഫൈനലൊന്നും പോയിട്ടേ ഇല്ല. എന്നെ ഇതുപോലെ ഫ്രണ്ട്സ് എനിക്ക് നോട്ട്സ് തരും. അങ്ങനെ എക്സാം എഴുതാൻ മാത്രം ഞാൻ പോയി. അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ക്ലാസ് കയറിയിട്ടുണ്ടോ ശരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്? കയറി +2 വരെ കറക്റ്റ് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ ഒഴിവ് സമയങ്ങളൊക്കെ ചെയ്യുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യും. ഇപ്പൊ ശനി ഞായറാണെങ്കിലും നമുക്ക് 2 സോങ് ചെയ്ത് വരാമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ ഡിഗ്രി തുടങ്ങിയപ്പോൾ പിന്നെ എറണാകുളത്തും ട്രിവാൻഡ്രത്തൊക്കെ പോകുന്ന ആ സമയത്ത് അങ്ങനെ ഗ്യാപ്പ് ഇത്രയും ഡിസ്റ്റൻസ് വരുന്നോണ്ട് ക്ലാസ് കുറെ കട്ടായിട്ടുണ്ട്. ഫൈനലി ഞാൻ തീരെ പോയിട്ടില്ല. എങ്ങനെയാണ്, സ്റ്റുഡിയോസ് ആയിരുന്നോ? അല്ല, ഞാൻ ഇങ്ങനെ എനിക്കങ്ങനെ പഠിത്തത്തിനോട് എങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാൻ ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഞാൻ പഠിച്ചൊക്കെ ചെയ്തു. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ എനിക്ക് ഇതായിരുന്നു ഇഷ്ടം. എൻ്റെ ഇഷ്ടം മൊത്തം ആൽബം, സിനിമ, അഭിനയം ഇതായതുകൊണ്ട് പഠിക്കാൻ ഞാൻ പഠിച്ച് ഞാൻ എക്സാം ഒക്കെ എഴുതി പാസ്സൊക്കെ ആവും. പക്ഷേ ഞാൻ അങ്ങനെ ഇരുന്നൊരു പഠിപ്പിയോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. കഷ്ടപ്പെട്ടു ഒന്ന് ജയിക്കണം അത്രേ ഉള്ളൂ. എനിക്കൊരു പാസ്സായാൽ മതി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അവർക്കില്ല. അവർക്കും എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ അഭിനയിക്കുന്ന കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനമ്മയൊക്കെ പറയും ഞാനൊരു 4ാം ക്ലാസ് തൊട്ടിട്ടേ ഞാനിങ്ങനെ എനിക്ക് നടക്കാൻ അറിയില്ലെന്നറിയും. ഞാനിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടാണ് നടക്കാന്ന് പറയും. അപ്പം അന്നേ എൻ്റെ ആഗ്രഹം അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം അവരും നല്ല സപ്പോർട്ടായിരുന്നു. ഡാൻസിനോട് നേരത്തെ ചേർത്തി എല്ലാം ഭയങ്കര സന്തോഷം. അന്നത്തെ ആ സുനിതയും ഇന്നത്തെ സുനിതയും വെച്ച് നോക്കുമ്പോഴേ ഏറ്റവും വലിയ ഡിഫറൻസ് എന്താ, സ്വന്തമായിട്ടൊരു വിലയിരുത്തുകയാണെങ്കിൽ? അങ്ങനെ എന്താ ചോദിച്ചാൽ ഞാൻ കുറച്ചുകൂടി മടിച്ചിയായി. ഇപ്പം അന്നത്തെക്കാട്ടിലും മടിച്ചായി. മടിച്ചിയായി ഭയങ്കര. എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനിപ്പോൾ ചിന്തിക്കും, ഞാനിപ്പോൾ ഡയറ്റ് എടുക്കണമെങ്കിലും എക്സസൈസ് എടുക്കണമെങ്കിലും ഞാൻ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഇനി മാറിയായിരിക്കും ചിലപ്പം, എനിക്കറിയില്ല. കുറച്ച് മടി കൂടിയിട്ടുണ്ട്. അന്ന് പക്ഷെ ഭയങ്കര ഉഷാറായിരുന്നു. നല്ല മടിയായി വന്നിട്ട്. 2 മിടുക്കൻ ആമ്പിള്ളേരില്ലേ, ഇവരെ ഒന്ന് ഇവരെ മേച്ചെടുക്കുന്നത് തന്നെ ഒരു നല്ല പാടാ. ഇപ്പൊ 2ാമത്തെ ആൾക്ക് 2 വയസ്സായതുള്ളൂ. ആള് പൊടിഞ്ഞ് കളിക്കും. ആൾക്ക് പക്ഷെ ഇപ്പൊ ഇന്ന് ഞാൻ കൂട്ടിയിട്ടില്ല എവിടേക്ക്. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കണം. ആളെ പിടിച്ചു വെക്കാൻ പാടില്ല. മൂത്ത ആള് പിന്നെ കുഴപ്പമില്ല, അവനിപ്പോ 6th പഠിക്കുന്നത്. ഇന്ന് വരണം എന്നുണ്ടായിരുന്നു. സ്കൂളുള്ളതുകൊണ്ട് പിന്നെ ഞാൻ വലിയ ഇതാക്കിയില്ല. കാരണം 1-2 ലീവൊക്കെ ആയിണ്ടായിരുന്നു. അതുകൊണ്ട് ആരായി പറയണേ, നിങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടോ? അവനെ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, മോന് ഇപ്പം അറിയണ പ്രായമൊക്കെ ആയില്ലേ മൂത്ത ആൾക്ക്? അമ്മ ഇങ്ങനെ പണ്ടത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അത് ഞാൻ ഇന്നലെ രാത്രി അവരുടെ അടുത്ത് പറഞ്ഞു. ഞാൻ എന്തോ ഒരു ആൽബം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇൻസ്റ്റയിൽ ആരോ അയച്ചു തന്നപ്പോ ഞാനത് ഇങ്ങനെ കാണാം. അപ്പൊ ഞാൻ കണ്ടോ ഇത് ഞാൻ ആരാ നിങ്ങൾക്കൊക്കെ അറിയും? അമ്മേ പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ സ്കൂളിൽ ഞാൻ അവന്റെ അമ്മയാണ്, അല്ല അവന്റെ അമ്മ ഇങ്ങനെ ഒരാളാന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം, ഫ്രണ്ട്സിന്. അപ്പൊ അവിടെ അവൻ ഭയങ്കര ആളായിട്ട് നടക്കുക. പക്ഷെ എന്റെ അടുത്ത് അത് കാണിക്കില്ല. അവിടെ നമ്മൾ പോയിട്ട് മീൻ പഠിക്കും അല്ലേ? അവൻ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ? അവന് ഇഷ്ടം. അവൻ അങ്ങനെ ഒന്നും പറയൊന്നുമില്ല. പക്ഷെ കാണും, അത്രേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ഭംഗി, അമ്മ നല്ല അടിപൊളി അങ്ങനെയൊന്നും പറയത്തില്ല. പക്ഷെ ഉള്ളിലുണ്ടാവുമായിരിക്കും. പക്ഷെ അവര് അഭിമാനിയുള്ളൂ, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഹസ്ബൻഡിന് എങ്ങനെയാ? ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതായിരിക്കും ചേച്ചി? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പോകുന്നു. അത് ഞാൻ പറയാം, എന്റെ ഫേവറേറ്റ് ഒരു സോങ് ആണ്. ഇപ്പം അങ്ങനെ ഒരാളെ വിവാഹം ചെയ്യുമ്പോഴേ എനിക്ക് ചേട്ടനോട് പിടിച്ചിരുത്തണമെന്നുണ്ട്. പക്ഷെ പുള്ളി വരില്ല. ഞാൻ ചോദിച്ചു, ഇന്നലെയും കൂടി ഞാൻ ചോദിച്ചു, നമുക്ക് ഒരുമിച്ചിരുന്നൊരു ഇന്റർവ്യൂ കൊടുത്താലോ? വേണ്ട, രണ്ടുപേരും 2 ടൈപ്പ് എക്സ്ട്രീമാണ്. ഞാൻ അത് സത്യമാണ് കേട്ടോ. ആൾക്ക് ഒട്ടും താല്പര്യമില്ല ക്യാമറ ഫ്രണ്ടിൽ വരാൻ. ബാക്കിൽ വന്നിട്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു തരും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിന്റെ ഒരു ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കണം. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ എടുത്തു തരും. അങ്ങനെ അതിലൊക്കെ സപ്പോർട്ടാ, ഒന്നും കുഴപ്പമില്ല. പക്ഷെ ക്യാമറയുടെ ഫ്രണ്ടിൽ വളരെ ഞാൻ തന്നെ വ്ളോഗ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് എന്തെങ്കിലും ഒന്ന് പറയും അതുകൊണ്ട് ഞാൻ ആളെ സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം ഇപ്പൊ കൈയെടുത്തല്ലേ, ആൾക്ക് അതാണെങ്കിൽ ഇഷ്ടം. ഓക്കെ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ, എനിക്ക് അതുപോലെ അത് മതി. ശരിക്കും അങ്ങനെയല്ലേ ഒരു പാർട്ട്ണർഷിപ്പ് ശരിക്കും പോകേണ്ടത് അല്ലേ? അതെ. ഓക്കെ, ഇപ്പോ ചെറിയ പ്രായത്തിൽ ലേൺ ചെയ്ത് തുടങ്ങിയതാ. അപ്പം എന്തായിരുന്നു അന്നത്തെ ഒരു റെമ്യൂണറേഷൻ? അല്ലെങ്കിൽ അന്ന് നമുക്ക് നന്നായി സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നല്ല സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കും ഭയങ്കര കോടികൾ, അങ്ങനെയൊന്നുമല്ല. എന്നെ കൊണ്ട് ആവുന്ന പോലെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു അഭിമാനമായിട്ട്, ഞാനൊരു ആൺകുട്ടിയായി എന്നുള്ളൊരു തോന്നലൊക്കെ നമ്മൾ ഇങ്ങനെ ഏൺ ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പം അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായ സമയം. കാരണം ഏൺ ചെയ്യാന്ന് വെച്ചാൽ അന്നൊക്കെ ചെറിയ എമൗണ്ടാണ് നമുക്കൊരു ആൽബത്തിന്. എനിക്കൊന്ന്
ഫസ്റ്റ് 500 അങ്ങനെയൊക്കെ എന്തോ ആണ് കിട്ടിയേക്കുന്നത്. അതിലിങ്ങനെ ഗ്രാജുവലി അത് കൂടി 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 വന്ന്, പക്ഷേ നമ്മൾ ഏൺ ചെയ്തിട്ട് അതെപ്പോഴും ഇപ്പോഴാണെങ്കിലും ഞാൻ പറയും, നമുക്കൊരു എന്ത് ജോലി എന്താണെങ്കിലും നമ്മൾ ഒരു ജോലി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, അതൊരു ബലമാണ് നമുക്ക് അല്ലേ. നമ്മുടെ കാര്യങ്ങളും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് അതൊരു സപ്പോർട്ടായിട്ട് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. കാരണം എൻ്റെ 2 ചേച്ചിമാർ നേരത്തെ കല്യാണം കഴിഞ്ഞു പോയി. പിന്നെ അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളാണ്. ഏറ്റവും ഇളയതാണ് ഞാൻ. അപ്പം ഒരു മോനെ പോലെ നിന്നിട്ട് എൻ്റെ പാരൻസിനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെന്തായാലും ഭയങ്കര അഭിമാനമാണ്. സന്തോഷത്തിലുപരി എനിക്കതൊരു അഭിമാനമാണ്. തീർച്ചയായും അത് വലിയൊരു കാര്യമല്ലേ. അതും അത്രയും ചെറിയൊരു പ്രായത്തില് എൻ്റെ ക്യാഷ് ഞാൻ തന്നെ അമ്മയ്ക്ക് അച്ഛന് കൊടുത്ത് ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല, അവരെന്നെയായിരുന്നു. പക്ഷെ അവരും അറിഞ്ഞ് എനിക്ക് വേണ്ടതൊക്കെ അവരും ചെയ്തു തരും. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും. അച്ഛൻ അന്ന് ബിസിനസ് ഉണ്ട്, ഹോട്ടലാണ് സ്വന്തമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഫുള്ള് വരുന്ന അമ്മയാണ്. സിനിമയ്ക്കൊക്കെ വരുമ്പോഴാണ് അച്ഛൻ വരാറുള്ളത്. അപ്പം എന്താ പറയുക, ഫാമിലി, ഈ അച്ഛനും അമ്മ, എൻ്റെ ചേച്ചിമാർ, ചേട്ടന്മാർ, ഈ ചേച്ചിനെ കല്യാണം കഴിച്ചാൽ അവർക്കും ഭയങ്കര സന്തോഷമാണ്. എനിക്കൊന്ന് മൂത്ത ചേച്ചീൻ്റെ ഹസ്ബൻഡിന് എനിക്ക് കൂടുതൽ സപ്പോർട്ടാണ്. കാരണം ഏട്ടൻ എൻ്റെ കൂടെ വർക്കിന് വരിക, എന്നെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സർക്കിളിൽ എനിക്ക് എൻ്റെ ഫാമിലിയിൽ വന്ന ആൾക്കാരും എന്താ പറയുക, പുറത്തുനിന്ന് വന്ന ആൾ 2 ചേട്ടന്മാർ, പക്ഷെ അവരും അവരുടെ ഫാമിലിയും എന്നെ അത്രയും സ്നേഹത്തോടെ കൊണ്ട് നടന്നിട്ടുണ്ട്. ഇപ്പോഴും അവർക്ക് അഭിമാനമേ ഉള്ളൂ. ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂ വരികയാണെങ്കിലും അവരെല്ലാവരും പറയുക വന്നിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഷെയർ ചെയ്ത് നമ്മൾ കാണണം എന്ന് പറയാനുള്ളൊരു അഭിമാനം അവരിലും ഉണ്ട്. അല്ലേ, സപ്പോർട്ടിങ് ആയിട്ടൊരു ഫാമിലി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയൊരു, അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ തോന്നുന്നു ചേച്ചിക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അന്നത്തെ കാലത്ത് കൂടെയുള്ള ആൾക്കാർക്ക് ഇത്രയും ഫ്രീഡം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പിന്നെ എൻ്റെ അടുത്തും എല്ലാവരും അങ്ങനെ തന്നെ നിന്നിരുന്നത്. കാരണം ഞാൻ നേരെ പോകുമെന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. എൻ്റെ അടുത്ത് അങ്ങനെ ആരും മോശമായിട്ടൊരു സംസാരം രീതിയേ ഉണ്ടായിട്ടില്ല. കാരണം ഉണ്ടായാലും എനിക്കപ്പോൾ എങ്ങനെ എന്ത് പറയണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എപ്പോഴും എല്ലാവരും ഒരു റെസ്പെക്റ്റോട് കൂടി തന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ലൊക്കേഷനിലാണെങ്കിലും സംസാരിച്ചതും. നമുക്കങ്ങനെ നോർമലി നമ്മൾ കേൾക്കുന്ന പോലത്തെ അനുഭവമുണ്ട്. കാരണം എൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. കാരണം എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. എന്താന്ന് വെച്ചാൽ പോടാന്ന് പറയാനുള്ള ഒരു ധൈര്യം എനിക്ക് അന്നും ഉണ്ടായിരുന്നു. അതാ അച്ഛനും പറയും, നീ ഒരു പെണ്ണിനെ കാട്ടി നീ ആണ് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ നല്ല തൻ്റെ അടുത്തോടെ സംസാരിക്കാനും അത് എവിടെയാണെങ്കിലും ഞാൻ സംസാരിക്കും. അപ്പം ഈ ലൊക്കേഷനിലാണെങ്കിലും നമുക്ക് എന്താണോ പറയുന്നത്, നമ്മളടുത്തൊരു മോശം ഒരാൾക്ക് പെരുമാറിയ നമ്മളത് തിരിച്ച് അതേ ഇതിൽ റിയാക്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ ഒന്ന് താന്നോർത്ത് ചിലപ്പോൾ അവർ നമ്മളെ തലയിൽ കയറും. അതിന് ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടില്ല, അന്നും ഇല്ല ഇന്നും ഇല്ല. ഓക്കെ, അന്ന് കിട്ടിയിട്ടുള്ള റെമ്യൂണറേഷനിൽ ഏറ്റവും കൂടുതൽ മാക്സിമം പോലെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 15ന്റെ അടുത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. 15 വരെ ആയിരിക്കും. ദിൽഹെ ഫാത്തിമയ്ക്ക് എത്ര? അല്ല, അതിന് കൂടുതൽ അത് എനിക്ക് എത്ര ഓർമ്മയില്ല. ഒരു 1000-2000 ഒക്കെ അത്രയൊക്കെ ആയിരിക്കും. എനിക്ക് അറിയില്ല കേട്ടോ, അതിന്റെ കറക്റ്റ് എനിക്ക് എമൗണ്ട് അറിയില്ല. അത് അവർക്ക് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. കുറെ വർഷങ്ങളായില്ല, 20 വർഷമായില്ല അതൊക്കെ ചെയ്തിട്ട്. പിന്നെ അതുപോലെ വേറെന്തോ ഞാൻ പറയാൻ വന്ന മറന്നു. എൻ്റെ അടുത്ത് കുഴപ്പമില്ല, ആലോചിച്ച് മറന്നുപോയി. ഇനി പറയുമ്പോ ഓർമ്മ വരികയായിരിക്കും. നമ്മൾ 15,000 കാര്യം പറഞ്ഞപ്പോഴാണ് എന്തോ ആലോചിച്ചു. ആണോ? അത് പറയുമ്പോയിരുന്നാ മറന്നുപോയി, സത്യം മറന്നു. ഓക്കെ, കുഴപ്പമില്ല, നമുക്കത് റീകോൾ ചെയ്തെടുക്കാം. ഈ 15,000 രൂപ ഇപ്പൊ അതെ ഞാൻ പറഞ്ഞു ക്യാഷിന്റെ കാര്യം പറഞ്ഞത്. അതിന്റെ കൂടെ തന്നെയായിരുന്നു ഇനോഗ്രേഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ഇനോഗ്രേഷൻസ് ഇതുപോലെ മലപ്പുറം ഏരിയയിലേക്കായിരുന്നു. എനിക്ക് അത് കാസർഗോഡ് വരെ ഞാൻ പോയിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ അങ്ങനെയും കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഇനോഗ്രേഷൻ അന്നൊക്കെ 10-15 അതൊക്കെ തന്നെ വലിയ എമൗണ്ട്. പക്ഷേങ്കില് ആ ഇനോഗ്രേഷന് പോകുന്ന സമയത്താണ് നമ്മൾ വീണ്ടും കുറെ ആൾക്കാരെ കാണുന്നത്.